നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ NDA സഖ്യം വൻ ലീഡ് ഇപ്പോഴും തുടരുകയാണ്. 160-ലധികം സീറ്റുകളിൽ ഇപ്പോഴും NDA സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇതിനോടകം തന്നെ NDA നേടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. RJD സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ, മധ്യ ബീഹാർ ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ട അവസ്ഥയിലുമാണ്. RJDക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് കോൺഗ്രസ് മത്സരിച്ചത്. മഹാസഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇപ്പോഴും വളരെ പിന്നിലാണ്. അതുപോലെ RJD സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു ശക്തി പരീക്ഷണം കൂടിയായിരുന്നു. RJD ലാലു പ്രസാദ് യാദവ് ഇത്തവണ അത്ര സജീവ സാന്നിധ്യമായിരുന്നില്ല. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിശ്രമത്തിലാണ്. എങ്കിലും ലാലുവിൻ്റെ എല്ലാവിധ പിന്തുണയും മകനായ തേജസ്വി യാദവിനുണ്ടായിരുന്നു. തേജസ്വി യാദവ് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെയാണ് നേരത്തെ പരസ്യമായി കോൺഗ്രസും സമ്മതിച്ചിരുന്നത്. അതേസമയം ലാലു പ്രസാദിൻ്റെ മറ്റൊരു മകനായ പ്രതാപ് യാദവ് സ്വന്തം സഹോദരനെതിരെ രംഗത്തെത്തിയതൊക്കെ തന്നെ RJDക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു. എന്തായാലും നിതീഷ് കുമാറിനെ പോലെയുള്ള അതിശക്തനായ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളുടെയും മികവിൻ്റെയും ഒക്കെ തന്നെ ഒരു ഉദാഹരണമായി മാറുകയാണ് ബീഹാറിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തിയ നിതീഷ് കുമാർ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അഴിമതി ആരോപണങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നയിച്ചുകൊണ്ട് പോകാനുള്ള അസാമാന്യമായ നേതൃപാടവ ശേഷിയുള്ള ഒരു വ്യക്തി കൂടിയാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിൻ്റെ ആ ഒരു കഴിവിൻ്റെ കൂടി വലിയൊരു പ്രതിഫലനമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ്. ബീഹാറിൽ എല്ലാ കാലത്തും കോൺഗ്രസ്സിനായിരുന്നു ഒരു കാലത്ത് ശക്തി ഉണ്ടായിരുന്നത്. നിരവധി ദേശീയ നേതാക്കൾ ബീഹാറിൽ നിന്ന് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ബീഹാറിൽ ഒരു പ്രഗത്ഭനായ നേതാവിൻ്റെ പേരെടുത്ത് പറയാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ബീഹാറിൽ നിന്നുള്ള ദേശീയ നേതാക്കളുടെ എണ്ണവും ഇപ്പോൾ തീരെ കുറവാണ്. ഉള്ള നേതാക്കന്മാർ പലരും പാർട്ടി വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ പട്ടികയുമായി വിമാനത്താവളത്തിലെത്തിയ സംസ്ഥാന PCC അധ്യക്ഷന് സ്വന്തം പാർട്ടിക്കാർ ഓടിച്ചിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ പോലും നമ്മൾ കണ്ടിരുന്നു. കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് RJDയൊപ്പം ചേർന്നിരുന്നത്. പക്ഷേ കോൺഗ്രസ് വലിയ തോതിലുള്ള തിരിച്ചടി അവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. RJD സംബന്ധിച്ചും അവർക്ക് ഇനിയും ഒരു 5 വർഷം വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ മാന്യമായ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പോലും ഇത് വലിയൊരു വിജയമാണ് ഇപ്പോൾ NDA നേടിയിരിക്കുന്നത് എന്നുള്ളത് RJDക്കും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്കും വലിയൊരു തിരിച്ചടിയായി മാറുന്നു. ഇന്ത്യ മുന്നണിയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ ഇന്ത്യ മുന്നണിയിൽ ഒരുപക്ഷെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ്സിന് ആണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായി അവർ മുന്നിൽ നിർത്തിയിരിക്കുന്നതെങ്കിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തോറ്റു തുന്നം പാടുന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും ഭരണമില്ലാത്തൊരവസ്ഥ, കേന്ദ്രത്തിൽ ഭരണമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വത്തെ പോലും ഇന്ത്യ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ബീഹാർ വീണ്ടും ഒന്നുകൂടി നിതീഷ് കുമാർ നേടിയിരിക്കുന്നു. ഇത് നിതീഷ് കുമാറിൻ്റെ കൂടി വ്യക്തിപരമായ വിജയമായി നമുക്ക് കണക്കാക്കാം എങ്കിൽ പോലും NDA മുന്നണി വളരെ കെട്ടുറപ്പോടുകൂടി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ മറ്റും നിശ്ചയിച്ച് ശക്തമായ തോതിലുള്ള പ്രചരണം നടത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെയൊക്കെ തന്നെ കളത്തിലിറക്കിയവർ നടത്തിയ പരിശ്രമങ്ങൾക്കാണ് ഇതിലൂടെ വലിയ തോതിലുള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നത്.